എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞല്ലോ. ഇപ്പൊ അവളുടെ കുഞ്ഞും പോയല്ലോ. പോയെന്ന് ആരും പറഞ്ഞില്ലല്ലോ മുത്തശ്ശി. പറഞ്ഞില്ലെങ്കിൽ അവളെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയല്ലോ, അത് നമ്മൾ അറിഞ്ഞല്ലോ. അല്ലെങ്കിലും കുഞ്ഞു പോയ പോലെയാ വിഷം അവളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ. സാറേ, എങ്ങനെയുണ്ട് സാറേ? ഒന്നും അറിയില്ല സാറേ. തോമസ് സാറ് മറുമരുന്ന് കൊടുത്തോണ്ടിരിക്കുക. മാഡത്തിന് ഒന്നും സംഭവിക്കില്ല. അപ്പോ എന്റെ കുഞ്ഞിന്? പരമാവധി തോമസ് സാറ് ശ്രമിക്കുന്നുണ്ട്, അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി. സാഗറെ, കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോ? ഒന്നും അറിയില്ല. കുറെ ദുഷ്ടജന്മങ്ങളുണ്ട്. ഒരുത്തൻ കോമ സ്റ്റേജിലായി. ബാക്കിയുള്ളവരും കൂടെ അതേ അവസ്ഥയിലായെങ്കിലേ കണ്ണൻ സാറും ലക്ഷ്മി ഇടത്തേക്കും കുഞ്ഞുങ്ങളും കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റും. സാർ, എത്തിയോ? വാ. സാർ, മഹി. ഇരിക്കേ. സാറേ, മഹിക്ക് എങ്ങനെയുണ്ട് സാറേ? മറുമരുന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഞ്ഞിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കണം. എത്രയും പെട്ടെന്ന് കണ്ണൻ മഹാലക്ഷ്മിയും കൊണ്ട് ഹോസ്പിറ്റൽ വരെ പോണം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാം. ശരി സാറേ. തന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും അപകടം ഉണ്ടാകാതിരിക്കാനാണ് ഞാനും മഹാലക്ഷ്മിയും കൂടി ഇങ്ങനൊരു നാടകം കളിച്ചത്. എന്നിട്ടും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അപകടം മുൻകൂട്ടി അറിഞ്ഞില്ല സാറേ. രാവിലെയാ ഉണ്ണി എന്നോട് ഈ വിവരം പറയുന്നത്. അവരുടെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ രീതിയിലൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞത്. അത് ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. ഇത്രയും ദിവസം അപകടങ്ങൾ എന്നെ തന്നെയാണ് എല്ലാവരും അറിയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ചെറുതായിട്ടൊന്ന് പിഴച്ചുപോയി. സാർ, എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കൂ സാർ? ഇവിടേക്ക് മഹാലക്ഷ്മിയെ കൊണ്ടുവരുമ്പോ ആ കുട്ടി വേദന കൊണ്ട് പുളയുകയായിരുന്നു. അവിടുന്ന് ഇവിടം വരെ എത്തിയ ആ സമയത്തെയാണ് ഞാൻ ഭയക്കുന്നത്. അകത്തേക്ക് ചെന്ന വിഷം നല്ല വീര്യമുള്ളതായിരുന്നു. അത് അമ്മയെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചോടെ കൊടുത്തതല്ല, മറിച്ച് അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് കുഞ്ഞിനെ ഒഴിവാക്കുക, അതായിരുന്നു പ്രതികളുടെ ഉദ്ദേശം. ഇപ്പോ മഹാലക്ഷ്മി ഏതാണ്ട് സാധാരണ നില കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്കാനിംഗ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. ശരി സാർ, ഇപ്പൊ തന്നെ ഞാൻ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. പ്രാർത്ഥനയോടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അവിടെ എത്തിയിട്ട് എന്നെ വിവരം അറിയിക്കണം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് കൊണ്ടുവരികയും വേണം. ശരി സാർ. ഇല്ലല്ലോ മഹി. പക്ഷെ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന എന്റെ പേടി. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആശ്വാസം കിട്ടില്ലായിരുന്നു മഹി. അത് ഉറപ്പ് പറയാതെ എനിക്കൊരു സമാധാനവും ഇല്ല.
നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണം. ഒരു സ്കാനിങ് അത്യാവശ്യമാണെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് വേണം കണ്ണേട്ടാ. പേടിക്കുന്ന പോലെയൊന്നുമില്ല, ഇപ്പൊ എല്ലാം കൺട്രോൾഡാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുഞ്ഞിന്റെ കാര്യം അറിയില്ലല്ലോ അനന്തേട്ടാ. വിഷാംശമൊക്കെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞു. അതിനുള്ള മരുന്നാ തോമസ് സാർ തന്നത്. എന്നാലും അവിടെ നിന്ന് ഇവിടെ വരെ വന്ന സമയത്ത് കുഞ്ഞിന് എന്തേലും സംഭവിച്ചൊന്നും അറിയില്ലല്ലോ കണ്ണേട്ടാ. അതുകൊണ്ടാ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഞാൻ പറഞ്ഞത്. സ്കാനിങ്ങിന്റെ റിസൾട്ട് വരുന്നതോടെ തന്റെ ഈ ടെൻഷനൊക്കെ മാറുമല്ലോ. അമ്മ ഉണ്ടാക്കിയ പലഹാരം ആയതുകൊണ്ട് അത് രാവിലെ വന്ന് മഹിയെടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോഴേ പറഞ്ഞതാ രാവിലെ തന്നെ മധുരം കഴിക്കണ്ടെന്ന്. എപ്പോഴായാലും കഴിക്കില്ലേ, ആ നേരത്തെ ഇത് തന്നെ ഉണ്ടാവില്ലേ? ഒരു കണക്കിന് നിങ്ങളെല്ലാവരും അത് കഴിക്കാതിരുന്നത് നന്നായി. അങ്ങനെ കഴിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും വയറിന് പ്രശ്നമായേനെ. കൃത്യസമയത്ത് ഇയാളെവിടെ എത്തിക്കാനും പറ്റില്ലായിരുന്നു. പിന്നെ ഇനി സംസാരിച്ച സമയം കളയണ്ട, പോ. വാ മഹി, പതുക്കെ. ആളെ ഡ്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടറെ? ദൈവത്തിന് നന്ദി പറയാ വേണ്ടത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കൃത്യസമയത്ത് തോമസ് ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞതാണ് ഭാഗ്യമായത്. ഞങ്ങൾ സാധാരണ ആയുർവേദത്തെ കുറ്റം പറയാറുണ്ട്. എങ്കിലും തോമസ് സാറിന്റെ കാര്യത്തിൽ ഒരു തിരുത്തുണ്ട്. അദ്ദേഹത്തെ അംഗീകരിക്കാത്ത ഒരു ഡോക്ടേഴ്സും ഈ നാട്ടിലില്ല. അദ്ദേഹം ഉള്ളിച്ചെന്ന വിഷത്തിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് മരുന്ന് കൊടുത്തായിരുന്നു. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ശരിക്കും അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അമ്മയും കുഞ്ഞും ഓക്കെയാ. ഞാൻ വിശദമായ ചെക്കപ്പ് നടത്തി, ഒന്നിലധികം തവണ. എന്നിട്ടാണ് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാന്ന് കൺഫേം ചെയ്തത്. പിന്നെ കുറച്ചു സമയം അയാൾ ഇവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് തോമസ് ഡോക്ടറിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയിക്കോ. അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ പറയുമ്പോ കൊണ്ടുപോയാൽ മതി. ഇങ്ങോട്ട് വരുമ്പോ ഞാനും അയാളും ഭയത്തിലായിരുന്നു. അയാൾക്കൊന്നും സംഭവിക്കില്ലെന്നറിയാം. എങ്കിലും കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കേസ് ഉണ്ടായ സാധാരണ കുഞ്ഞിനെ കിട്ടാൻ വലിയ പാടാ. ഇവിടെ എന്തായാലും ദൈവം തുണച്ചു എന്ന് വേണം പറയാൻ. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലടാ? എന്നേക്കാൾ കൂടുതൽ സമാധാനം അയാൾക്കായിരിക്കും. ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ നാടകം കളിയൊക്കെ നല്ലതാ, പക്ഷേ അതുകൊണ്ട് ഒരു കാരണവശാലും നഷ്ടങ്ങൾ സംഭവിക്കരുത്. അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനാ ഡോക്ടറെ എന്റെ വീട്ടിൽ നിന്ന് മാറ്റി അയാളെ അനന്തന്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. എന്നിട്ടും അപകടം ഒഴിഞ്ഞു പോയില്ലല്ലോ. ഞാൻ മഹാലക്ഷ്മിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ കുട്ടിക്ക് ചിലപ്പോ വിശ്വാസം വന്നു കാണത്തില്ല. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണെന്ന് തോന്നിയിട്ടുണ്ടാവാം. ഇനി പോയി കണ്ണൻ കാര്യം പറ. ശരി ഡോക്ടർ. ശരി. എന്നോട് തോമസ് ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിലും കുഞ്ഞിന് എന്തേലും പറ്റി കാണൂലേക്ക്? ഒന്നും പറ്റി കാണില്ല മഹി.
ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞു, അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അതോ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാണോ കണ്ണേട്ട? അല്ല മഹി, കുഞ്ഞിനൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഇവിടെ കുറച്ച് സമയം കടന്നിട്ട് തോമസ് സാറിന്റെ അടുത്തേക്ക് പോകാനാ പറഞ്ഞത്. എന്തായാലും ലേഖ, നിങ്ങൾക്ക് രണ്ടാൾക്കും എത്ര നന്ദി പറഞ്ഞാൽ അത് അധികമാവില്ല. നിങ്ങൾ ആ സമയത്ത് തന്നെ ഇയാളെ തോമസ് സാറിന്റെ അടുത്ത് എത്തിച്ചതാ ഭാഗ്യമായത്. അല്ലെങ്കിൽ ഇനിയുള്ള ദിവസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കരച്ചിലൊഴിയില്ലായിരുന്നു. സ്വന്തം വീട്ടിൽ താമസിച്ച കുഴപ്പമാണെന്ന് കണ്ടിട്ടാണല്ലോ കണ്ണേട്ടാ ഞങ്ങളുടെ വീട്ടിലേക്ക് മഹിയെ മാറ്റിയത്. എന്നിട്ടും ഇങ്ങനെ ഉണ്ടായതില് ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. എന്നാലും ആരായിരിക്കും ഇത് ചെയ്തത്? ഇത് ചെയ്യാൻ ഒരേ ഒരാളേ ഉള്ളൂ, ആ പ്രതാപൻ. അതേടോ, സ്വന്തം മകൾക്കില്ലാത്ത ഭാഗ്യം തനിക്കും ഉണ്ടാവരുതെന്ന് വിധി എഴുതിയത് അയാൾ തന്നെയാ. അതിന് അവിടെ എന്റെ അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങളുണ്ടെന്ന് അങ്ങനെ എങ്ങനെയാ അറിഞ്ഞത്? അറിഞ്ഞത് എങ്ങനെയാണെന്നോ? അച്ഛനെയും മുത്തശ്ശിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണമെന്ന് പറഞ്ഞ് കാരണം അവിടെ വന്നില്ലായിരുന്നോ? ആ സമയത്ത് മഹിയുടെ അമ്മ അടുക്കളയിൽ പലഹാരം ഉണ്ടാക്കുമായിരുന്നല്ലോ. അത് ശരിയാ മഹി, മകൾക്കമ്മ പലഹാരം ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് അവൾ അവിടെ നിന്ന് പോയത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാളല്ലാതെ മറ്റാരും ഇത് ചെയ്യില്ല. ആർക്കും അതിനുള്ള ധൈര്യം വരില്ല. അണ്ണാ, ഇയാളുടെ ചികിത്സ ഒരു 1.5 ചികിത്സ തന്നെ. അതുകൊണ്ട് അണ്ണന് മിക്കവാറും ഉടനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയേക്കും. എന്തായാലും ഇങ്ങോട്ട് വന്നോണ്ട് നമ്മളെ രക്ഷപ്പെട്ടണ്ണ. ഇവനിപ്പോ എങ്ങനെയുണ്ടടാ? വലിയ മാറ്റമൊന്നുമില്ല അണ്ണ. ഇടയ്ക്ക് ഇതുപോലെ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ എന്തേലും മെച്ചം ഉണ്ടാവുമെന്ന് അറിയാനാ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? കണ്ടില്ലേ കിടക്കുന്ന ഒരു മെച്ചവും ഇല്ല. നീ കുറച്ചുകൂടെ സ്മാർട്ടായിട്ടുണ്ടല്ലോടാ. നിന്റെ നാവും കൈയൊക്കെ ചലിച്ചു തുടങ്ങിയോ? ഇല്ലേട്ടാ. പിന്നെ കണ്ണൻ സാർ നടന്ന വിവരം ആരാടാ മേഘനോട് പറഞ്ഞത്? അതറിയില്ലേട്ടാ. എടാ ലോപ്പസേ, ഇവന് അറിയില്ലെന്നാ പറയുന്നത്. ഇങ്ങോട്ട് മാറണ. അയ്യോ ചേട്ടാ, വേണ്ട ചേട്ടാ. അയ്യോ ഒന്നും ചെയ്യില്ല ചേട്ടാ. ചേട്ടാ, അയ്യോ അണ്ണന്റെ കൈ ഒടിഞ്ഞു പോകും ചേട്ടാ. വിടി ചേട്ടാ. ചേട്ടാ വിടി ചേട്ടാ. ചേട്ടാ വേണ്ട ചേട്ടാ. വിളിക്കടാ ഇങ്ങോട്ട്. ചേട്ടാ വിളിക്കേ. ചേട്ടാ അണ്ണന്റെ കൈ ചേട്ടാ. നില വിളിക്കടാ. അയ്യോ ചേട്ടാ ഒന്ന് പറയട്ടാ. ഒന്നും ചെയ്യില്ലെന്ന് പറയട്ടാ. എടാ നിന്റെ ഇടത് കൈയും കാലും ഒക്കെ ചലിക്കുന്നുണ്ടല്ലോടാ. അപ്പോ നിനക്ക് കാര്യമായ പുരോഗതി ഉണ്ടല്ലോ. അയ്യോ അയ്യോ അണ്ണ, സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തീർക്കും നിന്നെയും ദൈവനെയും. നിന്റെ ചലിപ്പിക്കുന്ന കൈ കൊണ്ട് നീലടാ എഴുതി കാണിച്ചേ. കണ്ണൻ സാർ നടക്കുമെന്ന്. വേണ്ട പറയടാ, പറയാൻ. നീ ഇങ്ങോട്ട് വന്നേ. വാ, സത്യം പറയടാ. വാ ഇങ്ങോട്ട് വാടാ. സത്യം പറയടാ. പറഞ്ഞില്ലെങ്കിൽ ഇതേ ഇവന്റെ അവസ്ഥ നിനക്കും വരും. പറടാ. രണ്ടിനെ തളർത്തി കിടത്തും ഞാൻ.
ഇപ്പൊ നിന്റെയൊക്കെ യജമാനനുണ്ടല്ലോ മേഘൻ, അവനും ദേ ഇവനെ പോലെ കിടക്കുക. സത്യങ്ങൾ അറിഞ്ഞതിന് അവന് ഞങ്ങൾ കൊടുത്ത ശിക്ഷയാ. അത് ആവർത്തിക്കാതിരിക്കാൻ പറഞ്ഞോ സത്യം. നടന്നതുപോലെ പറഞ്ഞോ. തോമസ് സാറ് പറഞ്ഞു കഴിഞ്ഞു ഇവൻ എത്രമാത്രം പുരോഗതി ഉണ്ടെന്ന്. അതുകൊണ്ട് ഇനി കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട നീ. അത് അണ്ണന്റെ കൈ ചലിച്ചു തുടങ്ങി. അപ്പോഴെഴുതി കാണിച്ചായിരുന്നു കണ്ണൻ സാർ നടന്നെന്ന്. ഇനി നടന്ന കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ നിന്റെ ശരീരം ചലിക്കില്ല. ഉടലോടെ നിന്നെ മുകളിലോട്ട് പറഞ്ഞു വിടും. പറഞ്ഞ കേട്ടോടാ. മേഘന്റെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചിട്ടല്ലേ നീയൊക്കെ അവന് വേണ്ടി പണിയെടുക്കുന്നത്. എന്നാ കേട്ടോ, ഇവന്റെ നാവിൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരാതിരുന്നാൽ ഇവന് ജീവിക്കാനുള്ള പൈസ മാസാമാസം കണ്ണൻ സാറ് കൊടുത്തോളും. പിന്നെ നിനക്ക് ഇവനും അല്ലലില്ലാതെ കഴിയാം. എന്ന് മാത്രമല്ല, നിന്നെയൊക്കെ പോലെ കാര്യങ്ങൾ അറിഞ്ഞ മേഘനിപ്പോ കോമാ സ്റ്റേജിലാ. അതുകൊണ്ടിനി നടന്ന കാര്യങ്ങൾ വിളിച്ചു പറയാൻ മറ്റൊരാളില്ല. അവൻ അറിഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ ഞങ്ങളെ ശ്രദ്ധിച്ചോളാം. പക്ഷേ ഇനി അവൻ പഴയപടി ആയാൽ അവനൊപ്പം നീയൊന്നും കൂട്ടു നിൽക്കാൻ പാടില്ല. കണ്ണൻ സാറ് നടക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് നിനക്കൊക്കെ നഷ്ടങ്ങളെ വരൂ. സ്വന്തം ജീവൻ പോലും അതിന് ബലി കൊടുക്കേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാ നിനക്ക് നല്ലത്. എടാ, മലയ്ക്ക് പോയപ്പോ കണ്ണൻ സാറിനെ എന്നെയൊക്കെ തീർക്കാൻ നോക്കിയതല്ലടാ. എന്നിട്ട് തീർന്നത് ആരാടാ? അതൊക്കെ മനസ്സിൽ വേണം. ഇനി നിനക്ക് ഉടനെ ഒന്നും നിവർന്നു നിൽക്കാൻ പറ്റില്ല. ആ സമയത്ത് ഒരു ചതിയന്റെ സഹായം വേണോ അതോ നന്മയുള്ള ഒരു മനുഷ്യന്റെ കനിവ് വേണോന്ന് നീ തീരുമാനിക്കേ. ഹലോ പസേ. പറഞ്ഞത് കേട്ടോടാ. കേട്ടില്ലെങ്കിലേ നിന്റെയൊക്കെ തലയർത്തെന്ന് കൂട്ടിക്കോ. കേട്ടല്ലോ, അങ്ങനെ വീണു മേഘൻ. അതുകൊണ്ടാ ഇപ്പം വിളിയൊന്നും ഇല്ലാത്തത്. നമ്മൾ വെറുതെ യവന്മാര് പറയുന്നത് കേൾക്കാതെ പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലണ്ണ. അതുകൊണ്ട് തൽക്കാലം നടന്നതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. മഹിവാ, കുഞ്ഞിന് കുഴപ്പമില്ലാത്തോണ്ട് ഇനി ബാക്കിയൊക്കെ തോമസ് സാർ നോക്കിക്കോളും. ആരൊക്കെ വരുന്നതെന്ന് നോക്കി. മാർക്കോ അവനെ കാണാൻ വന്നതായിരിക്കും. അകത്ത് തളർന്നു കിടക്കുന്നവനെ. ഇവിടെ വന്നപ്പോ തോമസ് സാറ് പറഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമൊന്നുമില്ല മാർക്കോ. അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നും പറ്റിയില്ല. അത് തന്നെ മഹാഭാഗ്യം. ഇത് ആ പ്രതാപന്റെ സംഭാവനയല്ലേ സാറേ? അതെ. സാറിനറിയാലോ, എനിക്കിപ്പോ ശാരീരികമായിട്ട് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി കണ്ടേനെ. ഏയ് വേണ്ട മാർക്കോ, അയാളെ ഞാൻ തന്നെ കണ്ടോളാം. ഇതിനു മുമ്പ് ഇതുപോലൊരു ശ്രമം നടത്തിയതാ, പ്രതാപനും അയാളുടെ അമ്മയും കൂടെ. അത് പക്ഷേ കാര്യങ്ങൾ ഞാൻ നേരത്തെ മണത്തറിഞ്ഞു. എന്നാൽ ഇവിടെ കുറച്ച് വൈകിപ്പോയി. നേരം പുലർന്നപ്പോഴാ ഇയാൾ വിഷം കലർന്ന് പലഹാരം കഴിച്ചത് ഞാൻ അറിയുന്നത്.
പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. ഒന്നും പറ്റിയില്ലല്ലോ സാറേ, അത് എന്നെ ഭാഗ്യം. നല്ല അവശതയുണ്ട്. എന്നാ പിന്നെ കൊണ്ടുപോയി കിടത്ത്. വാ. എനിക്കിപ്പോ ശാരീരികമായി ഒരു കുഴപ്പമില്ല. ആരയ്ക്ക് താഴോട്ട് തളർന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് അവന് വേണ്ട മറുപടി ഞാൻ തന്നെ കൊടുത്തോളാം. സാറേ, ഞാൻ കൂടെ വരാം സാറേ. വേണ്ട ലോപ്പസേ, ഒരു പകുതി മാർക്കോയാ ഇവൻ. 12 വയസ്സ് വരെ കാലിന് ചലനശേഷി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്തിനുള്ളിൽ കരാട്ടയും കളരിയൊക്കെ പയറ്റി തെളിഞ്ഞ കൂട്ടത്തിലെ ഇവൻ. അതേപ്പറ്റി സാറ് പറഞ്ഞിട്ടുണ്ട്. പഠിച്ച വിദ്യയൊക്കെ മറന്നുപോയെന്നൊന്നും നോക്കണമല്ലോ മാർക്കോ. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല സാറേ. പക്ഷേ അതിനിടയിൽ സാറിനെ ആരും തിരിച്ചറിയരുത്. മുഖം തിരിച്ചറിയാത്ത രീതിയിലേ ഞാൻ പോവൂ. എന്തായാലും അവൻ ഇത്രയും ഹീനമായൊരു പ്രവൃത്തി ചെയ്ത സ്ഥിതിക്ക് അവന്റെ വാരിയല് തകരണം. അയാൾ മദ്യപിക്കുന്ന കൂട്ടത്തിലാ. രാത്രിയിലേതായാലും അയാൾ 2 വിടാതിരിക്കില്ല. ആ സമയത്താണെങ്കിൽ കാല് നിലത്ത് ഉറക്കില്ല സാറേ. തല്ലുകൊള്ളുമ്പോ തല്ലിന്റെ വേദന ശരിക്കും അറിയത്തില്ല. പക്ഷെ നാളെ എഴുന്നേൽക്കുമ്പോ കൊളുത്തിപ്പിടിക്കുന്ന വേദനയായിരിക്കും. ആ, ഞാനേ ഒന്ന് തോമസ് സാറിനെ കാണട്ടെ. എന്നിട്ട് വിവരങ്ങൾ പറയട്ടെ. എന്തായാലും വലിയൊരു അപകടം ഒഴിഞ്ഞു പോയല്ലോ മാർക്കോ. വാ. ശരി മാർക്കോ. അളിയ, ആ പ്രതാപനെ ഇനി എന്ത് ചെയ്യണം? കണ്ണൻ സാറ് പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കട്ടെ. അതിനുശേഷം ഒരുത്തനിപ്പോൾ തളർന്നു കിടക്കുന്നുണ്ടല്ലോ, അതുപോലെ അവനെ അങ്ങ് കിടത്താം. ഒരിക്കൽ നമ്മൾ കിടത്തിയതാണല്ലോ മാർക്കോ. അതുകൊണ്ട് പഠിക്കാത്ത സ്ഥിതിക്ക് ഇനി അവനെ ഇരുന്ന് നിരങ്ങുന്ന പരുവത്തിലാക്കണം. ഏത് വിഷത്തെയും ന്യൂട്രലൈസ് ചെയ്യുന്ന ശക്തിയുള്ള മരുന്നാണ് ഞാൻ മഹാലക്ഷ്മിക്കുള്ളിൽ കൊടുത്തത്. വിഷം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ പാമ്പ് കടിച്ച് ചിലരെ കൊണ്ടുവരാറുണ്ട്. ഏത് പാമ്പാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ പാമ്പ് ഏതായാലും ശരി, ഇവിടുന്ന് കൊടുക്കുന്ന മരുന്ന് വിഷത്തെ പെട്ടെന്ന് ബോഡിയിൽ നീക്കിക്കളയും. അതിലും പവർഫുൾ ആയിട്ടുള്ള മരുന്നാണ് മഹാലക്ഷ്മി കൊടുത്തത്. നന്ദിയുണ്ട് സാറേ. എടോ, തന്നെ പോലെ തന്നെ ആ കുഞ്ഞിനെ കാണുമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. നിങ്ങളുടെ ജീവിതം പറഞ്ഞ ഞാനൊരു പാഠപുസ്തകമായി എടുത്തിരിക്കുക. ഇവിടെ പലരും വന്നു പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ദമ്പതികള് ആരും തന്നെ എന്റെ ഈ ലൈഫിനിടയിൽ എന്നെ തേടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ദേ ഇയാളെയൊക്കെ പോലെയുള്ള ഫ്രണ്ട്സിനെയും കാണാൻ കഴിയില്ല. സ്കാനിങ്ങിന് ശേഷം കുഞ്ഞിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ പകുതി ജീവൻ വീണു. ലേഖയും ആ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കല്ലേ സാർ? എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ആ കുഞ്ഞിനെ രക്ഷിച്ചത്. എങ്കിലും കുഞ്ഞിനെ കൊല്ലാൻ പാകത്തിന് മാരകമായ വിഷം ഉള്ളിൽ പോയതുകൊണ്ട് അതിന്റെ ചില പോരായ്മകൾ കുഞ്ഞിന് കണ്ടെന്നും വരാം. എന്നുവച്ച് ഭയപ്പെടുകയൊന്നും വേണ്ട. അതിനുള്ള പ്രതിവിധി ആയുർവേദത്തിലുണ്ട്. എന്തായാലും മഹാലക്ഷ്മി ഇവിടെ ഉണ്ടല്ലോ. ഇനിയിപ്പോ 1-2 ദിവസം കഴിഞ്ഞ് അയാൾ ഇവിടുന്ന് പോയാൽ മതി. അതുകൊണ്ട് ഈ വിഷത്തിന്റെ അംശം എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കഴിക്കളയാം. എന്തിനാ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല സാറേ. മഹിയെ കുട്ടിക്കാലത്ത് ഒരുപാട് ദ്രോഹിച്ചതായി പ്രതാപൻ. എന്നിട്ടും അയാളുടെ കലി അടങ്ങിയിട്ടില്ല. അയാളുടെ മകൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ് കിട്ടിയത്. ഉണ്ണിയേക്കാളും സാമ്പത്തികം എനിക്കുണ്ടായിപ്പോയതാ അയാളെയും അയാളുടെ അമ്മയും മകളെയൊക്കെ അലട്ടുന്ന പ്രശ്നം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാനും മഹിയും തമ്മിൽ വേർപിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ മകൾ ഓടി വന്നു എൻ്റെ തറവാട്ടിലേക്ക്. നേരത്തെ അവളുടെയും അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിലിരിപ്പ് കൊണ്ട് അവൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മഹിയുടെ കുഞ്ഞും പോണം. കണ്ണ, കലിയുഗത്തിൽ നിന്നും ഇനി സത്യയുഗത്തിലേക്കുള്ള പോക്കാണ്. കലിയുഗത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ടെന്നാ പറയാറ്. എങ്കിലും പ്രാർത്ഥിക്കുന്ന മനസ്സുകൾ പലതും വിഷമയമായിരിക്കും. നമ്മുടെ ഇടയിലുള്ള മനുഷ്യരിൽ പകുതിയിൽ കൂടുതലും വിഷം തുപ്പിയാണ് നടക്കുന്നത്. ഭഗവാന് ഈ യുഗത്തെ അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തല്ലേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ്
പ്രതാപനെ പോലുള്ളവരെയും അയാളുടെ അമ്മയെ പോലെ ഉള്ളവരെയൊക്കെ ജനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്റെ ഭാര്യയും അയാളുടെ വയറ്റിൽ കിടക്കുന്ന ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ നോക്കിയ അയാളെ വെറുതെ വിടാൻ പറ്റില്ല സാറേ. ഇതിനു മുമ്പ് അയാൾ മേഘനും ഒക്കെ കൂടി മഹിയെ പലതവണ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തലനാരഴിക്ക അയാൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്നതിന് കഴിഞ്ഞില്ല. അയാൾക്ക് വിഷം കലർന്ന പലഹാരം കഴിക്കേണ്ടി വന്നു. എന്നുവെച്ചാ ഇത്രയൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും അതൊക്കെ പൊളിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയത്. അതിനുള്ള തിരിച്ചടി അയാൾ ഏറ്റുവാങ്ങിയേ പറ്റൂ സർ. ഹെൽമെറ്റ് വിടറാ. അയ്യോ 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 അമ്മോ അയ്യോ അയ്യോ അമ്മ അമ്മേ അയ്യോ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അയ്യോ അമ്മ അയ്യോ അയ്യോ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വരണേ. അയ്യോ എന്നെ കൊല്ലുന്നേ. ആരാത്? അയ്യോ പ്രതാപന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത്? ആരാടാ? അയ്യോ ആരാടാ? ആരാടാ എന്റെ കൊച്ചിന് തല്ലുന്നേ? അയ്യോ എന്റെ പൊന്നു തമ്പുരാനെ, ഇങ്ങനെ കിടക്കുന്നേ. എന്റെ മോനെ പിടിച്ചടി പൊക്കിക്കേ. എന്റെ മക്കളെ എന്താണ് പറ്റിയേ? ഈ പാതകം ചെയ്തേ? വെച്ചോണ്ട് മുഖം മൂടി ധരിച്ചു വന്നവൻ എന്നെ തല്ലി കൊന്നു. ദൈവമേ എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ മക്കളെ ഇങ്ങോട്ട് തകർത്തമ്മേ. അയ്യോ അയ്യോ പോയമ്മേ. അങ്ങോട്ട് കൊണ്ടുപോവാ. രാത്രിയിൽ എങ്ങോട്ടെങ്കിലും പോകരുത് കേക്കത്തില്ല. എന്റെ ദൈവമേ എനിക്ക് വയ്യ. എടാ പോലീസ് തല്ലിട്ട് നിനക്ക് തൃപ്തി ആയില്ലേടാ? പിടിച്ചേ. അയ്യോ പിടിച്ചോ, മുറുക്ക പിടിച്ചോടി. അയ്യോ എന്റെ ദൈവമേ എന്റെ കുഞ്ഞ്. നിക്ക് ഞാൻ വീഴും. പിടിച്ചോ പിടിച്ചോ. എന്റെ ദൈവമേ എന്റെ കുഞ്ഞ്. അയ്യോ ആര് തല്ലിട്ട് ഓടിയത്? വീഴല്ലേ എന്റെ അമ്മച്ചി, എന്റെ പൊന്നുമക്കളെ വീഴല്ലേ. വീഴല്ലേ പതുക്കെ പോ. വീണു എവിടെ നീ? എടി അപ്പുറത്ത് ഒന്ന് പിടിക്കടി, ഇങ്ങോട്ട് പിടിക്കടി. കാലിങ്ങോട്ട് ബക്ക് വെച്ച് കാലം. അയ്യോ എന്റെ ചെറുക്ക്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ എന്റെ മക്കളെ, എന്റെ പൊന്നു മക്കളെ അങ്ങോട്ട് ചോദിന് കിടക്കണ. അയ്യോ എന്റെ ഭാര്യയിലെ തകർത്തമ്മേ. അല്ല ആരായിരിക്കും മുത്തശ്ശി ഇത് ചെയ്തത്? അയ്യോ അയ്യോ അമ്മേ. ഇനി കേസ് കൊടുത്താലും ശരി, ഉള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അയ്യോ
ഇവിടെ മോക്കെ കുറച്ച് രഹസ്യക്കാരുണ്ടല്ലോ, അവരാരെങ്കിലും ആയിരിക്കും ഈ മഹാപാപം ചെയ്തത്. അയ്യോ, എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്ത് മോളെ. പിടിക്കും മോളെ, അങ്ങോട്ട് പിടിക്ക്. അയ്യോ, നീ ഇവിടെ തൊടണ്ട. നീ തൊട്ടു പോരുത്. അമ്മ പിടിക്കാം, അമ്മ പിടിക്കാം എന്നെ. പോലീസുകാര് കൊണ്ടുപോയി വാരിയലൊന്ന് വാരിയതായിരുന്നു. പക്ഷെ ഇത് അതുപോലത്തെ ഇടിയല്ലായിരുന്നു അമ്മേ. ഓ, വാരിയലിന്റെ മർമ്മം നന്നായിട്ട് അറിയാത്തൊരുത്തരാ എന്നെ പിടിച്ചിട്ട്. ആ മർമ്മം പറഞ്ഞ് തല്ലാൻ അറിയാവുന്ന ഒറ്റ ഒരുത്തനെ ഈ നാട്ടിലുള്ളൂ. അവനെ നിന്റെ ശത്രുവായി പോയി, ആ മാർക്കോ. അവനാകാനേ വഴിയുള്ളൂ. അവന്റെ ആയിരിക്കും കുഞ്ഞ്. ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെയാ ഇങ്ങനെ തല്ലുകൊള്ളുന്നത്. അമ്മ അമ്മയുടെ പാട് നോക്കി പോവാൻ നോക്ക്. കൊറേ ഗുണ്ടകൾ ഇപ്പൊ വീടിനകത്ത് കയറി നിരങ്ങുന്നുണ്ട്. അമ്മയെ അവർക്ക് കൂട്ടാ. ഇവളും കൂടെ അറിഞ്ഞിട്ടായിരിക്കും മോളെ അവരൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇവൻ വീട്ടിനകത്ത് കേറിയാലും ഇവള് കഥക് തുറന്നു കൊടുക്കും തല്ലാനായിട്ട്. അവനും എന്റെ സ്വഭാവ അമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേ, ഇതിനുണ്ടല്ലോ, നീയും നിന്റെ മോളും ഒരുപാട് കരയും. അവളിപ്പോ കരച്ചില് തുടങ്ങിക്കാണും. എന്റെ മക്കളെ, ഇപ്പൊ കരയുന്നതേ ദേ അമ്മയുടെ മോന. എന്റെ മോനെ നിന്റെ കെട്ടിയോനാടേ. ഭർത്താക്കന്മാര് തല്ലുകൊണ്ട് നിലവിളിക്കുമ്പോ അത് ആസ്വദിക്കുന്ന പെണ്ണുങ്ങള് കാട്ടിക്കിടക്കുന്ന ജന്തുക്കളെക്കാളും കഷ്ടപാടി. അമ്മ എന്തിനാ ഇവിടെ നിക്കുന്നേ? എല്ലാം കണ്ട് ആസ്വദിച്ചില്ലേ? എന്നാ പിന്നെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഇവള് ഉറങ്ങത്തില്ല മോളെ, ഇവക്ക് ഉറക്കം വരത്തില്ല. ഇവനിങ്ങനെ ഇവിടെ കിടന്ന് കരയുന്നത് ഇപ്പൊ കണ്ടില്ലേ? പുഞ്ചിരിയോടെ നോക്കി നിൽക്കുക. അമ്മേ, സംസാരം നിർത്തിയിട്ട് ഇത്തിരി വെള്ളം തിളപ്പിച്ച് എന്റെ ദേഹത്തൊന്ന് പിടിക്കമ്മേ. ഓ, അതിനെങ്കിലും നിന്നെ കൊണ്ട് പറ്റുമോടി വെള്ളം തിളപ്പിക്കാൻ? ഓ, അമ്മേ, നീ വിഷമിക്കണ്ടടാ. അവളുടെ മോളുടെ കുഞ്ഞു പോയ വിവരം നമ്മളോട് ആരും വിളിച്ചു പറഞ്ഞിട്ടില്ല. പോയി കാണൂടാ. അതുകൊണ്ട് ഇപ്പൊ നിന്റെ കെട്ടിയോള് സന്തോഷിച്ചാലും കുറച്ച് കഴിയുമ്പോ സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും നമ്മളായിരിക്കുമടാ. മോളെ, ആ മണ്ടനെ ഒന്ന് വിളിച്ച് ചോദിക്കേ നിന്റെ കെട്ടിയോനെ. എന്നിട്ട് ലക്ഷ്മിയുടെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോന്ന് ചോദിക്കേ. ഇടയ്ക്ക് ഞാൻ വിളിച്ചിരുന്നു, അപ്പൊ ഒന്നും അറിഞ്ഞില്ലെന്നാ പറഞ്ഞത്. എന്നാ അറിഞ്ഞോ? അവളുടെ കുഞ്ഞു പോയ ദേഷ്യത്തിലാ മതിൽ ചാടി വന്ന മാർക്കോ എന്നെ പഞ്ഞിക്കിട്ടിട്ട് പോയത്. നീ എന്തിനാടാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? വേദനയ്ക്കുമ്പോ പിന്നെ കരയാണ്ടിരിക്കാൻ പറ്റുമോ അമ്മേ? ഓ, ഈ വാരിയല് മാറ്റി വെക്കാൻ പറ്റുമോ? ഹൃദയവും വൃക്കയൊക്കെ മാറ്റി വെക്കും, പക്ഷേ വാരിയല് മാറ്റി വെക്കാൻ പറ്റുമോ മോളെ? അല്ല, കമ്പി ഇടുവായിരിക്കും വാരിയലിന് പകരം, അല്ലേ? അതിന്റെ ഒന്നും ആവശ്യം വരില്ല മുത്തശ്ശി. അങ്ങനല്ല, മിക്കവാറും ആവശ്യം വരും മോളെ. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ഇടി എനിക്ക് കിട്ടിയിട്ടില്ല. ഓ, ഞാൻ എത്രയോ എണ്ണത്തിൽ ഇടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ലോറി കൊണ്ടുപോയി ഇടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിയാലും അകത്തോട്ട് വന്നാലും പന്ത് തട്ടുന്ന പോലിട്ട് തട്ടുകയല്ലേ. എന്നെ മാത്രമല്ല, വാമേട്ടനെയും അയാളുടെ മോനെയും ഓടിച്ചിട്ട് തലി ശരിപ്പെടുത്തല്ലേ. ഓ, എന്നെ ഒന്ന് കിടത്ത്. കിടക്കുമ്പോ പറയും എഴുന്നേപ്പിച്ചിരുത്താൻ. എന്തുവാടാ ഇത്? അങ്ങനത്തെ ഒരു അവസ്ഥയിലാ അമ്മേ. ഒന്ന് കിടത്തു മോളെ. കാലേ പിടിച്ച മോളെ. പതുക്കെ 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 പതുക്കെ. എന്നെ നേരെ നിവർത്തിയിരുത്ത്. അയ്യോ, മേഘേട്ടന്റെ കാറാ അവന്റെ വണ്ടിയിൽ ഇടിച്ചത്.
അതുകൊണ്ടാ അവൻ രക്ഷപ്പെട്ടത്. അതിന് പകരം അച്ഛന്റെ ലോറി ആയിരുന്നെങ്കിലോ? എന്നെങ്കിലും ഒരു സാഹചര്യം കിട്ടിയ അച്ഛൻ അത് ചെയ്യണോ അച്ഛാ? എഴുതിട്ടിരിക്കാൻ വയ്യ. അച്ഛന്റെ ലോറി അവന്റെ വണ്ടിയിൽ പാഞ്ഞു കയറണം. അങ്ങനെങ്കില് അവൻ പിന്നെ എഴുന്നേക്കില്ല അച്ഛാ. പറയാൻ പറ്റില്ല മോളെ. പറയാം. അവൻ ചിലപ്പോ എന്റെ ലോറിയുടെ വാരിയിൽ തകർക്കും. അതുപോലുള്ള ആരോഗ്യം അവന്. അയ്യോ. വാ. എഴുന്നേക്കണ്ട. കുഴപ്പമില്ല. മാർക്കോയ്ക്ക് ചില അവശതകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത്തവണ അവനെ വിട്ടില്ല. ഞാൻ തന്നെ പോയത് തന്റെ കുടുംബത്തേക്ക്. എന്തിന്? എന്തിനെന്നോ? ഭാഗ്യം കൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞു പോകാതിരുന്നത്. അവനെ ഞാൻ ഉടച്ചു വാർത്തിട്ടുണ്ട്, ആ പ്രതാപനെ. അയാളെ തല്ലി കൊന്നൂടായിരുന്നു കണ്ണേട്ടാ. കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ പോവോ? എടോ, ഭാര്യയെ സ്നേഹിക്കുന്ന ഏത് ഭർത്താവും ചെയ്യുന്നതേ ഞാനും ചെയ്തിട്ടുള്ളൂ. അവൻ കൊല്ലാൻ നോക്കിയതേ നമ്മുടെ കുഞ്ഞിനെയാ. അതിനത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഇങ്ങനൊരു സംഭവം നടക്കുന്ന കാര്യം ഉണ്ണിയോടും കരുണയോടും അയാളെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കണ്ണേട്ടാ. ശരിക്കും കുഞ്ഞു പോയെന്ന് കരുതി അവരിപ്പോ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. കുഞ്ഞു പോകുന്നത് എനിക്കും സന്തോഷമാവെന്ന് കരുതിയല്ലേ അവനത് എന്നോട് പറഞ്ഞത്. സത്യം പറഞ്ഞ കണ്ണേട്ടാ, ഈ പ്രതാപനേക്കാളും കരുണേക്കാളും ദേഷ്യമുണ്ട് എനിക്ക് ഉണ്ണിയോട്. അവനെയൊക്കെ കമ്പനിയിൽ തുടരാൻ അനുവദിക്കുന്നത് തന്നെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിനെ കളയാൻ നോക്കിയത് കരുണയുടെ അച്ഛനാ. അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ട് ഗൂഢാലോചന നടത്തിയ എല്ലാവരെയും കോടതി കയറ്റണം. അയാളുടെ മോൾ ഉൾപ്പെടെ ഒന്നിനെ ജീവിക്കാൻ സമ്മതിക്കരുത് കണ്ണേട്ടാ. കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ ലേഖേ. അതുകൊണ്ട് തൽക്കാലം ഒന്നും വേണ്ട. ഇപ്പയൊക്കെ തല്ലുകൊടുത്തല്ലോ. ഇത് തന്നെ കുഴപ്പം. ഒരാൾക്ക് രണ്ടാനമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല, പിന്നെ ഒരാൾക്ക് കൊല്ലാൻ വരുന്നവരോട് സിമ്പതി. പിന്നെ ഏത് കാലത്ത് ഇതിനൊരു പരിഹാരം കാണുക? രണ്ടാളും സംസാരിക്കുക. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല കണ്ണേട്ടാ. എടാ ഒന്ന് അടങ്ങി കിടക്കടാ. വേദനയുണ്ടമ്മേ. എന്റെ അമ്മോ, ഇത് എന്തൊരു അലർച്ചയാടാ. അയലോകത്തുള്ളവരെല്ലാം ഓടി വരുമല്ലോ. നല്ല വേദനയുണ്ടമ്മേ. എടാ, മുഖം മറിച്ച് വന്നവൻ നിന്നെ തല്ലിയത് എന്തായാലും സന്തോഷിപ്പിക്കാനല്ലല്ലോ, വേദനിപ്പിക്കാനല്ലേ. അടങ്ങി കിടക്കണം. ചൂടുവെള്ളത്തിൽ മുക്കിട്ട് പിടിക്കണ്ട. വേണ്ട. എടാ, നീ തന്നെയല്ലേ പറഞ്ഞത് വെള്ളം ചൂടാക്കി പിടിക്കാൻ. അറിയത്തില്ല അമ്മേ. അയ്യോ അയ്യോ, ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അമ്മേ. വേദന കാരണം ഇനിയിപ്പോ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പോലും നേരം വെളുപ്പിക്കാൻ പറ്റില്ല. ഇനി നാളത്തെ അവസ്ഥ എന്താണോ ആവോ. അയ്യോ മോളെ, എന്റെ ഭാര്യന്റെ അടുത്തൊന്ന് ചെവി വെച്ച് നോക്കിയേ, എന്തോന്നൊന്ന് കിലുങ്ങുന്നു. എനിക്ക് തോന്നുന്നത് ഭാര്യയില് പൊടിഞ്ഞ അകത്ത് കിടക്കാന്നാ. അച്ഛനൊന്ന് ചുമ്മാതിരിക്കച്ചാ. അല്ലെങ്കിലും പണ്ടേ അച്ഛൻ ഇങ്ങനെയാ, ചെറിയൊരു വേദന വന്ന കിടന്നത് കരയും. അത് ശരിയാ. നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം. അനുഭവിക്കുന്നവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. നീ നിന്റെ മോളെ ഇടയ്ക്ക് വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ
മോളെ കിട്ടിയില്ല. എന്താന്നറിയില്ല. ദിവസം 2-3 പ്രാവശ്യമെങ്കിലും അവള് നിന്നെ വിളിക്കുമായിരുന്നല്ലോ. പിന്നെ ഇന്ന് മാത്രം എന്താ അവള് നിന്നെ വിളിക്കാതിരുന്നേ? അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. മോള് പറഞ്ഞു ഞങ്ങളെ വിശ്വാസമില്ലാത്തോണ്ടാ നീ അവിടെ പോയി അവൾക്ക് പലഹാരം ഉണ്ടാക്കി കൊടുത്തതെന്ന്. അതൊക്കെ വയറ് നിറച്ച് കഴിച്ച് പെരുമ്പാമ്പിനെ പോലെ കിടന്ന് ഉറങ്ങിയായിരിക്കും. അവൾ എങ്ങനെ അമിതമായി ഭക്ഷണം കഴിക്കാറില്ലല്ലോ, ദാ ഇവളെ പോലെ. ഞാനെന്താ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കൂ? കഴിക്കുമെന്നല്ലേ ഇവള് പറയുന്നേ. ഒന്ന് മിണ്ടായിരിക്കാവോ? മിണ്ടായിരുന്ന നിന്റെ വേദന മാറുവോടാ? അച്ഛനൊരു കാര്യം ചെയ്, അങ്ങോട്ട് കിടക്ക്. അതെ, ഒന്ന് നല്ലപോലെ കിടക്കാൻ നോക്ക്. കണ്ണടച്ച് കിടന്നാലേ പിന്നെ നേരെ വെളുക്കുന്നത് വരെ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. അടയുന്ന കണ്ണ് പിന്നെ തുറക്കുമെന്നോ എന്റെ പേടി. അങ്ങനെയൊന്നും പറയല്ലേ പ്രതാപ, അല്ലെങ്കിൽ നിന്റെ നാക്ക് കരുനാക്ക. എന്തെങ്കിലും പറഞ്ഞിട്ട് അതുപോലെ തന്നെ പറ്റും. സംഭവിക്കട്ടെ, ഇതിലും നല്ലത് അങ്ങനെ സംഭവിക്കുന്നത് തന്നെ. പിടിച്ചോ മോളെ, അങ്ങോട്ടൊന്ന് ചേരിച്ചു കിടത്താം. നീ മിണ്ടാതെ പതുക്കെ പതുക്കെ. ദൈവമേ. അവളുണ്ടല്ലോ ഇന്ന് നന്നായിട്ട് ഉറങ്ങും. പക്ഷേ നാളെ അവൾ ഉറങ്ങത്തില്ല. പിന്നെ നാളെ അവൾ അറിയും അവളുടെ പേരക്കുട്ടി പോയെന്ന്.